ഷെജു അപ്പോൾ ആരാടാ വരുന്നത്? ആരെ കഥ നമ്മൾ ചെയ്യുന്നത്? വെയിറ്റ്, ഇപ്പം കാണിച്ചു തരാം കേട്ടോ. റോമിലേക്കാണ് ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മാർപ്പാപ്പനെ കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ വത്തിക്കാനിൽ പോകാൻ പറ്റുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചതല്ല. പ്രതീക്ഷിക്കാതെ മാർപ്പാപ്പയുടെ കുർബാന പകുതിയാണെങ്കിലും കാണാൻ പറ്റി. മാർപ്പാപ്പനെ കാണാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ ആദ്യം മാർപ്പാപ്പ വരില്ല, മുകളിൽ നിന്ന് ഹായ് പറഞ്ഞ് പോകുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഒരുപാട് പേര് അവിടെ തടിച്ചുകൂടി നിൽക്കണ്ടായിരുന്നു. ഞാനും പ്രതീക്ഷ കൈവിടാതെ അവിടെ കൂടി നിന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ മാർപ്പാപ്പ കറക്റ്റ് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി വന്ന് തൊട്ട് മുന്നിൽ കൂടെ പാസ് ചെയ്ത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സീനാണ് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് മാർപ്പാപ്പ ഒരു കുട്ടിയെ ബ്ലെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എടുത്തു കൊടുക്കുന്ന കുട്ടികളെല്ലാം മാർപ്പാപ്പ ബ്ലെസ് ചെയ്ത് ചെയ്താണ് എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ തൊട്ട് സൈഡിൽ കൂടി മാർപ്പാപ്പനെ ഞാൻ എന്താ പറയുക, തൊട്ടില്ല എന്നുള്ള അത്ര അടുത്ത് കണ്ട് എൻ്റെ തൊട്ട് മുമ്പിലെത്തിയപ്പോൾ മാർപ്പാപ്പ ആശീർവദിക്കുകയും ചെയ്ത്. എന്തായാലും വലിയൊരു അനുഗ്രഹമായിരുന്നു ഈ പ്രാവശ്യം റോമിലെ ട്രിപ്പ് പോയപ്പോൾ എനിക്ക് കിട്ടിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെ മാർപ്പാപ്പ എൻ്റെ തൊട്ടരികത്ത് കൂടെ കടന്നുപോയി. ദൈവത്തിന് ഒരുപാട് നന്ദി, വേറൊന്നും പറയാനില്ല. ദൈവത്തിന് നന്ദി.